വെൽക്കം ബാക്ക് ടു ദി ഡിവൈൻ മെർസി ടേബിൾ ടോക്സ്. ദൈവകരുണയുടെ ഛായാചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവമക്കളെ, രക്ഷയുടെ അവസാന പ്രതീക്ഷയാണ് ദൈവകരുണയുടെ സന്ദേശം നമുക്ക് നൽകുന്നത് എന്നാണ് കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കണം, മാത്രമല്ല നിങ്ങൾ സാധിക്കുന്ന എല്ലാവർക്കും ഇത് പങ്കുവെച്ച് കൊടുക്കുകയും വേണം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ അതിൻ്റെ 47-ാമത്തെ പാസേജിൽ ദൈവകരുണയുടെ ഛായാചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രോമിസ് കർത്താവ് നൽകുന്നുണ്ട്. ആ പ്രോമിസ് ഇങ്ങനെയാണ്: ഐ പ്രോമിസ് ദാറ്റ് ദ സോൾ ദാറ്റ് വിൽ വെനറേറ്റ് ദിസ് ഇമേജ് വിൽ നോട്ട് പെരിഷ്. ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതെങ്ങനെയാണ് കർത്താവിന് അങ്ങനെ ഒരു വാഗ്ദാനം നൽകാനായിട്ട് പറ്റുക? എത്ര വലിയ പാപിയായ ഒരു മനുഷ്യനാണെങ്കിൽ കൂടിയും ദൈവകരുണയുടെ ഛായാചിത്രത്തെ ആദരപൂർവ്വം വണങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് നശിച്ചു പോവില്ല എന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് പ്രഘോഷിച്ച വലിയൊരു സത്യമാണ്: നമ്മുടെ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഈ ദൈവകരുണയുടെ ചിത്രത്തിൽ നാം കാണുന്നത് കാരുണ്യവാനായ നമ്മുടെ കർത്താവിനെയാണ്. ആ കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപിൽ പോയി നിന്നുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ തകർച്ചകളുടെ നടുവിൽ, പാപവീഴ്ചകളുടെ നടുവിൽ, ദുരവസ്ഥകളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യത്തിലാണ് ആ വ്യക്തി ആശ്രയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. അങ്ങയുടെ വിധി നീതിപൂർവകമായിരുന്നുവെന്ന് ആരുടെ മുമ്പിലും തെളിയിക്കേണ്ടതുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ഈ പരമാധികാരം ഏതൊരു പാപിയോടും കരുണ കാണിക്കുവാൻ കർത്താവിന് കാരണമായിട്ട് മാറുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ നന്മയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവകരുണയുടെ ഛായാചിത്രത്തിലൂടെ കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനം: തൻ്റെ കരുണയിലും നന്മയിലും ശരണപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര തകർന്നു പോയ, പാപത്തിന്റെ പടുകുഴിയിൽ വീണുപോയ വ്യക്തിയാണെങ്കിലും ദൈവവൈതലെ നമുക്ക് പ്രത്യാശയുണ്ട്. അപ്പൊ ദൈവം സമൃദ്ധമായിട്ട്